ഹലോ ഗൈസ്, നമസ്തേ. മഹാദേവ്. ഇപ്പോൾ കാശിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. കാശിയിൽ വിശ്വനാഥ ക്ഷേത്രം കണ്ടു, ഭൈരവനെ കണ്ടു, അന്നപൂർണ്ണദേവിയെ കണ്ടു. പിന്നെ കാശിക്കൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ കാശിയിൽ വന്നു കഴിഞ്ഞാൽ കാശിയിൽ പ്രധാനപ്പെട്ട 3 അമ്പലങ്ങളുണ്ട്. അതിൽ ഒരമ്പലം മാത്രമേ എല്ലാവർക്കും അറിയാവൂ. അത് വരും, എല്ലാവരും അവിടെ തന്നെ വന്നിട്ട് അവിടെ തൊഴുത് മടങ്ങുക ചെയ്യുക. കാശി വിശ്വനാഥ കണ്ടു, ഗംഗ ആരതി എടുത്തു, അതും കണ്ട് ബാക്കിയുള്ള ഭൈരവനെ കണ്ടിട്ട് നേരെ വീട്ടിൽ പോയി. അങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ കാശി യാത്ര പൂർണ്ണമല്ലാതാവും. കാരണം കാശി എന്ന് പറയുന്ന നമ്മുടെ നഗരം, ആദ്യത്തെ നഗരം സ്ഥിതി ചെയ്യുന്നത് തൃശൂലത്തിൻ്റെ മുകളിലാണെന്നാണ് വിശ്വാസം. അതായത് 3 ഘട്ടങ്ങളായിട്ട്: വിശ്വനാഥ ഘട്ടം, കേദാര ഘട്ടം, ത്രികേശ്വര ഘട്ടം. ലാസ്റ്റത്തെ ഘട്ടത്തിൻ്റെ പേരിന് ക്ലിയർ ആയിട്ടില്ല. അപ്പോൾ ഈ 3 ഘട്ടങ്ങളിലും സ്വയംഭൂവായിട്ടുള്ള ലിംഗങ്ങളാണ്, ലിംഗപ്രതിഷ്ഠയിലാണ് മഹാദേവൻ കുടികൊള്ളുന്നത്. അപ്പം 3 പ്രതിഷ്ഠകളിലും പോയിട്ട് നമ്മളെ സ്വന്തം കൈയാതെ തന്നെ സ്പർശിച്ച് അഭിഷേകം ചെയ്ത് പുണ്യം കൊള്ളും. എന്നാൽ മാത്രമേ കാശി യാത്ര പൂർണ്ണമാവത്തുള്ളൂ. അപ്പം അതിന് വിശ്വനാഥ ഘട്ടത്തിൽ പോയിട്ട് വിശ്വനാഥ ക്ഷേത്രം ശ്രമിക്കുക. കേദാർഘട്ടിൽ വന്നിട്ട് മറക്കണ്ട വിശ്വനാഥ ക്ഷേത്രം, ത്രിപണ്ഡേശ്വർ, ഓംകാലേശ്വർ 3 ക്ഷേത്രങ്ങൾ മറക്കാതെ വിസിറ്റ് ചെയ്യുക. കാശിയിൽ വന്നാൽ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്തിട്ട് പോകേണ്ട സ്ഥലങ്ങളാണ്. അത് വിസിറ്റ് ചെയ്യുമ്പോഴത്തേക്കും സ്വന്തം കൈകൊണ്ട് തന്നെ വിശ്വനാഥ ക്ഷേത്രത്തിന് കുറച്ച് പൈസ കൊടുക്കേണ്ടി വരും. കാരണം VIP കയറിയാൽ മാത്രമേ നമുക്ക് ആ ജ്യോതിർലിംഗമല്ല, സ്വയംഭൂവായിട്ടുള്ള ലിംഗത്തെ സ്പർശിച്ച് നമുക്ക് അതിന് അനുഗ്രഹം കിട്ടത്തുള്ളൂ. അപ്പോൾ ബാക്കിയുള്ളത് എല്ലായിടത്തും ത്രിപണ്ഡേശ്വരിലും ഓംകാലേശ്വരിലും എല്ലായിടത്തും 3 ഇടത്തും നിങ്ങൾ പോയിട്ട് ചെയ്യുക.